ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഒരു തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ആപ്പത്തിൻ്റെയും റൊട്ടിയുടെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കന് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ടേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ തേങ്ങയുടെ കളറ് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ ഇതുപോലെ മാറി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ കരിഞ്ഞു പോയാൽ പിന്നെ കറിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ എല്ലാ പൊടികളും ഒന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇത് പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നല്ലൊരു അടികട്ടിയുള്ള പാത്രം എടുത്ത് അതിലോട്ടേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ടേക്ക് ഒരു 2 വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 20 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് ചേർക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ടേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കനെ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയുടെ കൂടെ ചേർത്ത് വഴറ്റാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ചതും കരിഞ്ഞു പോകും. അപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ ഒരു 5 മിനിറ്റ് വെള്ളം ചേർക്കാതെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളം മുഴുവനും ഇങ്ങോട്ട് ഇറങ്ങി വരും. അതിനുശേഷം മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരച്ച് തേങ്ങ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നത്. നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ തേങ്ങ ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത തേങ്ങയാണിത്. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ച നല്ല തനി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും റൊട്ടിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.